Good morning to all. Good morning, everyone. Good morning, ma'am. Yeah, good morning. Good morning, ma'am. Good morning, ma'am. Okay, start ചെയ്യാം നമുക്ക്. Start with prayer, thought of prayer and sign. Okay, start ചെയ്തോളൂ. അഖിലാണ്ട് മണ്ഡലമണി ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. അഖിലാണ്ട് മണ്ഡലമണി ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. Okay, and then thought of prayer or signing. Time waste ചെയ്യരുത് കേട്ടോ. Okay, പെട്ടെന്ന് ചെയ്യാം എല്ലാവരും. Signing today. Good morning, ma'am. Good morning to all. I warmly welcome respected teacher Ashwini ma'am. We feel very happy to have you with us. We are ready to learn new things with you for joining us. Yeah, okay. കഴിഞ്ഞല്ലോ. പിന്നെ എന്തെങ്കിലും വിശേഷം സുഖാനോ? ഹവായോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്താണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ അഡ്ജക്റ്റീവ് ടോപ്പിക് ആണ് അല്ലെ, അഡ്ജക്റ്റീവ് ചാപ്റ്റർ എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്താണ്. റെഡിയാണോ? പ്രിപ്പയർഡാണ് എല്ലാവരും? ഫസ്റ്റ് ഗ്രൂപ്പ് ഏതായിരുന്നു? അഡ്ജക്റ്റീവ് എടുക്കുന്ന ഗ്രൂപ്പ് ആരൊക്കെയായിരുന്നു? ഞാനിട്ട് മിസ് എത്ര പേരുണ്ടായിരുന്നു ഗ്രൂപ്പിൽ? ഷീബ, ഹഫ്സത്ത്, ഷിബിത, ആത്തിക. ഓക്കെ, 3 പേര് പ്രസന്റ് ആണോ? അറിയില്ല കേട്ടാ. റെസ്പോണ്ട് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. റെസ്പോണ്ട് ചെയ്യും നിങ്ങൾ. അഡ്ജക്റ്റീവ് എടുക്കുന്ന ഷീബയാണ്. ഷീബയില്ല? ഇപ്പൊ തന്നെ എത്തുമായിരിക്കും. ഇന്നെന്താ ക്ലാസ് എടുക്കണ്ടേ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. ഷീബ അല്ലേ ഫസ്റ്റ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഡിവൈഡ് ചെയ്താണ്. ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാണ്, എല്ലാം സമ്മതിച്ചുമാണ്. പിന്നെ ഇന്നെന്ത് പറ്റി? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ കേട്ടോ. ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യേണ്ടത്? ഞാൻ എടുക്കട്ടെ എന്ന്. ഓക്കെ, ഏത് ചാപ്റ്റർ ആണ്? അഡ്ജക്റ്റീവ്. സ്റ്റാർട്ട് ചെയ്തോളൂ. ക്യാമറ ഓൺ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഞാൻ എന്നെ അൺപിൻ ചെയ്യാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഓൾ. ശ്രദ്ധിക്കണ്ട, ക്ലാസ് എടുക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു മാം. Good morning all. Today my class is about adjective. Adjective is a single word that describes a noun. Example എന്ന് വെച്ചാൽ adjective എന്ന് വെച്ചാൽ നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്. നാമം എന്താണോ അതിനെ വിശേഷിപ്പിച്ച് എന്തെങ്കിലും പറയും. എന്ന് വെച്ചാല് എക്സാമ്പിൾ ആയിട്ട് റെഡ് കാർ. റെഡ് കാർ എന്ന് പറയുമ്പോൾ കാറിനെ നമ്മൾ റെഡ് ചുവന്ന കളർ എന്ന് വിശേഷിപ്പിക്കുന്നു.
പിന്നെ നമ്മള് വാട്ട് കൈൻഡ് എന്ന് അത് പറഞ്ഞ്, അതുപോലെ വിച്ച് വൺ നമ്മൾ പറയും. വിച്ച് വൺ ഏതാണ്, ടോൾ ബോയ് അല്ലെങ്കിൽ സ്മോൾ ബോയ് എന്നൊക്കെ പറയും. അത് നാമവിശേഷണമാണ്, അതായത് അഡ്ജക്റ്റീവ് ആണ്. പിന്നെ ഹൗ മെനി എത്ര ഉണ്ടെന്ന് പറയും, അതും അഡ്ജക്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ 3 ബുക്സ്, 2 ചിൽഡ്രൻ, 2 പീപ്പിൾ, 2 പ്യൂപ്പിൾ എന്നെല്ലാം പറയും. അങ്ങനെ. പിന്നെ അഡ്ജക്റ്റീവില് കുറച്ച് മനസ്സിലായ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് നാമവിശേഷണം, അതാണ് അഡ്ജക്റ്റീവ്. നൗണിനെ വിശേഷിപ്പിക്കുന്നത് സിംഗിൾ വേർഡ് ആയിരിക്കും. സിംഗിൾ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് എ നൗൺ. അതിന് കുറച്ച് ഉദാഹരണം പറയാം. ദ ലേസി ക്യാറ്റ്. അപ്പൊ അതിനകത്ത് അഡ്ജക്റ്റീവ് ലേസി, ആ മടിയനായ പൂച്ച എന്ന് പറയണേ ലേസി ക്യാറ്റ്. അപ്പൊ അതിനകത്ത് ലേസി അഡ്ജക്റ്റീവ് ആയിട്ട് വരും. പിന്നെ പിന്നെന്താ പിന്നെ പറയണെങ്കില് ഐ സോ എ ടോൾ ബോയ്. അപ്പൊ അതിനകത്ത് ടോൾ, ആ വലിയ നീളമുള്ള കുട്ടി, ആ പൊക്കമുള്ള കുട്ടി എന്ന് പറയുമ്പോഴേക്കും അതൊരു ടോൾ ബോയ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് വരും. പിന്നെ 3 ബുക്സ് എന്ന് പറഞ്ഞാല് അങ്ങനെ എണ്ണം പറയുമ്പോഴോ, വിച്ച് വൺ ഏതാണെന്നും, വാട്ട് കൈൻഡ് ഏത് തരമാണെന്നും, ദാറ്റ് ഈസ് എ റെഡ് കാർ അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ ബ്ലൂ ബലൂൺ എന്നൊക്കെ പറയുമ്പോൾ ബ്ലൂ ബലൂൺ, റെഡ് കാർ, അങ്ങനെയൊക്കെയാണ് അഡ്ജക്റ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് നമുക്കങ്ങനെ വിഷമമൊന്നും ഇല്ല, കൺഫ്യൂഷനും ഇല്ല. അഡ്ജക്റ്റീവ്, ഇതാണ് അഡ്ജക്റ്റീവ്. ഇതാണ് ഇൻട്രൊഡക്ഷൻ. പോരെ മാം? താങ്ക് യു ഓൾ. മാം, അടുത്ത് ഞാൻ എടുത്തോട്ടെ അഡ്വേർബിയൽ ക്ലോസ്. ഞാൻ പ്രൈസ് ആണ് അടുത്തത്. ഹലോ ഹലോ മാം പറയണേ. ഏത് ടോപ്പിക്കാണ്? ഞാൻ അഡ്ജക്റ്റീവ് ഫ്രേസിലാണ്. അഡ്ജക്റ്റീവ് കഴിഞ്ഞു, ഈ അഡ്ജക്റ്റീവ് ഫ്രേസ്. ഓക്കെ. അഡ്വേർബിയൽ ക്ലോസ് ആണ് ഞാൻ അത് പിന്നെ എടുത്തോ. യൂണിറ്റ് 8 ആണ്. എല്ലാവരും മ്യൂട്ട് ചെയ്യാവോ? ഒരു മിനിറ്റ്. എല്ലാവർക്കും മ്യൂട്ട് ചെയ്തേ. നിങ്ങൾക്ക് അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായോ? അഞ്ചു എടുത്ത പോർഷൻ ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ഈ നെക്സ്റ്റ് എടുക്കേണ്ടത് അഡ്ജക്റ്റീവ് ഫ്രേസ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അതൊരു ചാപ്റ്റർ ആണ്. ആഡ്വേർബ് അതിന് കഴിഞ്ഞിട്ടാണ്. അഡ്ജക്റ്റീവ് ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ആഡ്വേർബ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി അഡ്ജക്റ്റീവ് ഫ്രേസും അഡ്ജക്റ്റീവ് ക്ലോസും പറയാം. സ്പീഡിൽ ക്ലാസ് എടുക്കുക കേട്ടോ, അതൊക്കെ എടുക്കുക. നമ്മൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ ചുമ്മാ നിങ്ങൾക്ക് ഞാനൊരു സെമിനാർ തന്ന പോലെ അങ്ങനെ ചുമ്മാ അങ്ങനെ പോയിരുത്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുത്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ടീച്ചേഴ്സ് ആണ് എന്നൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം. ഓക്കെ, ടെൻഷനൊക്കെ ഉണ്ട്, സമ്മതിച്ചു. ടെൻഷൻ ഉണ്ട്, എങ്ങനെയും പെട്ടെന്ന് കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പോകരുത്. ഓക്കെ, ക്ലിയർ? എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്, എല്ലാവരോടും കൂടി പറയുന്നതാണ്. സോ അതനുസരിച്ച് ഫോളോ ചെയ്യും. ഓക്കെ, അധികം അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ് അല്ലെ? അഡ്ജക്റ്റീവ് ഫ്രേസ്. എക്സാമ്പിൾസ് പറയണം. അറിയാലോ എക്സാമ്പിൾസ് ടെൻഷൻ അടിക്കണ്ട, കൂളായിട്ടിരിക്കൂ. ഓക്കെ, അതിന്റെ ക്ലാസ് എടുക്കാം. ഓൾ ദി ബെസ്റ്റ്. ബൈ. സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ അഡ്ജക്റ്റീവ് ഫ്രേസിനെ കുറിച്ചാണ് എടുക്കുന്നത്. Adjective phrase is a group of words that act like an adjective. It describing or give more information about a noun or pronoun. Adjective phrase എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഡിസ്ക്രൈബിങ് നൗൺ ഓർ പ്രോണൗൺ. നൗണിന്റെയും പ്രോണൗണിന്റെയും ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. അഡ്ജക്റ്റീവ് ഫ്രേസ് അറിയണമെങ്കിൽ അഡ്ജക്റ്റീവ് അറിയണം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡാണ് ഡിസ്ക്രൈബിങ് വേർഡായി വരുന്നത്. അഡ്ജക്റ്റീവ് ഫ്രേസിലേക്ക് കടക്കുമ്പോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ് വരുന്നുണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് 5 എണ്ണം. ദ സ്മോൾ ബ്ലാക്ക് ഡോഗ് ബാർക്ക്ഡ് ലൗഡ്ലി. അതില് സ്മോളും ബ്ലാക്കും വരുന്നുണ്ട്, ഡോഗിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അതേപോലെ ഷീ ബേക്ക്ഡ് സെവറൽ ഡിലീഷ്യസ് കുക്കീസ്.
അപ്പൊ അതില് സെവറൽ ഡിലീഷ്യസ് കുക്കീസ് എന്നാണ് വരുന്നത്. അപ്പൊ അത് പ്രൈസ് ആയിട്ട് വരും. പിന്നെ ഹെർ ഹെയർ വാസ് സിൽക്കി ആൻഡ് സ്മൂത്തി. അതിൽ സിൽക്കിയും സ്മൂത്തിയും പറയുന്നുണ്ട് ഹെയറിനെ കുറിച്ചുള്ള വിശേഷണം. അപ്പോ അത് അഡ്ജക്റ്റീവ് പ്രൈസ് ആണ്. ദ ബിഗ് റെഡ് ആപ്പിൾ ഫെൽ ഫ്രം ദ ട്രീ. അതിലെ ആപ്പിളിനെ കുറിച്ച് വിശേഷത്തിൽ ബിഗും പറയുന്നുണ്ട്, റെഡും പറയുന്നുണ്ട്. ദ ക്ലാസ് റൂം വാസ് നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ്. ക്ലാസ് റൂം നീറ്റുമാണ് ഓർഗനൈസ്ഡുമാണ്. അപ്പൊ അതാണ് അതിന്റെ അഡ്ജക്റ്റീവ് പ്രൈസ്. ദ ബ്യൂട്ടിഫുൾ റെഡ് റോസ് ഇൻ ദ ഗാർഡൻ ആർ ബ്ലൂമിങ്. അതിൽ ബ്യൂട്ടിഫുൾ റെഡ് റോസസ് എന്ന് പറയുന്നുണ്ട്. അതാണ് അതിന്റെ അഡ്ജക്റ്റീവ് പ്രൈസ്. പിന്നെ അഡ്ജക്റ്റീവ് ഫ്രേസ് നൗണിന്റെയോ പ്രോണൗണിന്റെയോ വിശേഷണം മാത്രമാണ്. നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസിനെ തിരിച്ചറിയണമെങ്കിൽ അത് നൗണോ പ്രോണൗണിന്റെയോ വിശേഷണം ആയിട്ട് വേണം അത് മനസ്സിലാക്കാനായിട്ട്. ഒരു സെന്റൻസിൽ നൗണിന്റെയോ പ്രോണൗണിന്റെയോ വിശേഷണമാണെങ്കിൽ അതിനെ അഡ്ജക്റ്റീവ് പ്രൈസ് എന്ന് പറയും. അത് നൗണിന്റെ ഫ്രണ്ടിലോ നൗണിന് ശേഷമോ ആയിട്ട് വരാം. അതാണ് അഡ്ജക്റ്റീവ് പ്രൈസ്. എല്ലാവർക്കും മനസ്സിലാവാത്തുണ്ട്? എനി ഡൗട്ട്? അങ്ങനെ മാത്രമല്ലല്ലേ വന്നത്, നമുക്ക് വെരി എക്സ്പെൻസീവ് ഫോൺ അങ്ങനെ പറഞ്ഞാലും ഒക്കെ വരും. ഹൗസ് മെയ്ഡ് ഓഫ് വുഡ്, വീട് ഉണ്ടാക്കിയിരിക്കുന്നത് മരം കൊണ്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാലും അതും എക്സാമ്പിൾ അല്ലേ അഡ്ജക്റ്റീവ് ഫ്രേസിന്. എക്സാമ്പിൾ ആണ് ഇപ്പൊ ഞാൻ അതിലിട്ടത്. അത് ഇത്തിരി ഭയങ്കര ടഫ് കടുകട്ടി എക്സാമ്പിൾ ആയി പോയി. സിമ്പിൾ എക്സാമ്പിൾ അല്ലേ, നമുക്ക് ഇപ്പൊ 4th സ്റ്റാൻഡേർഡ് വരെ അങ്ങനെയൊക്കെ അല്ലേ സിമ്പിൾ. പിന്നെ ഭയങ്കര ഹാർഡ് എക്സാമ്പിൾ പോലെ തോന്നി. പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായതാണ്. മനസ്സിലാവാത്ത ഭാഗം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. പറ്റാവുന്ന പോലെ ക്ലാസ്സിലൊക്കെ ടീച്ചിങ് സ്റ്റൈൽ എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? അഡ്ജക്റ്റീവ് ഫ്രേസ് എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? നിങ്ങളൊരു കാര്യം ചെയ്യണം, ചോദിക്കണം. ഓക്കെ, എല്ലാവരുടെ കൂടിയാണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, അഡ്ജക്റ്റീവ് മനസ്സിലായി, അഡ്ജക്റ്റീവ് ഫ്രേസ് മനസ്സിലായി. ഓക്കെ ആണല്ലോ? ക്ലിയർ. ഓക്കെ നദിക, then ഇനി അഡ്ജക്റ്റീവ് ക്ലോസ് ആരാ എടുക്കുന്നത്? അഡ്ജക്റ്റീവ് ക്ലോസ് ഞാനാണ്. ഓക്കെ, ഓ sir, all the best. Okay, good morning all. Good morning all. How are you? എല്ലാവർക്കും സുഖല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലേ? നമ്മളെ അഡ്ജക്റ്റീവിനെ കുറിച്ചും അഡ്ജക്റ്റീവ് ഫ്രേസിനെ കുറിച്ചും എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അഡ്ജക്റ്റീവ് ക്ലോസിനെ കുറിച്ചാണ്. An adjective clause is a group of words that describes a noun. Just like an adjective. അഡ്ജക്റ്റീവിനെ പോലെ തന്നെ ഈ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നതും നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. പക്ഷെ ബട്ട് അത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, അഥവാ കുറച്ച് വേർഡ്സ് കൂടിയതാണത്. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സബ്ജക്റ്റ് ആൻഡ് വെർബ്. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഈ അഡ്ജക്റ്റീവ് ക്ലോസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, അതുപോലെ ഒരു വെർബ് ഉണ്ടാവും. ചിലപ്പോൾ അത് ഓക്സിലറി വെർബൊക്കെ ആയിട്ടായിരിക്കും വരിക. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ദ ബുക്ക് ദാറ്റ് ഈസ് ഓൺ ദി ടേബിൾ ഈസ് മൈൻ. ദ ബുക്ക്, അപ്പൊ ഇവിടെ ബുക്കാണ് ഇവിടുത്തെ നൗണ്. ദാറ്റ് ഈസ് ഓൺ ദി ടേബിൾ ഈസ് മൈൻ. അത് ഈ ബുക്ക്, അത് ടേബിളിലുള്ള ആ ബുക്ക് അത് എന്റേതാണ്. അതാണ് അപ്പൊ നമ്മൾ ഈ ബുക്കിനെ കുറിച്ച് ആണ് പറയണത്. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഓൺ ദി ടേബിൾ എന്നതാണ് ഇവിടെ അഡ്ജക്റ്റീവ് ക്ലോസ് ആയിട്ട് ഉള്ളത്. ഓക്കെ, പിന്നെ സിംഗിൾ ആൻഡ് സിമ്പിൾ സെന്റൻസുകളൊന്നും സാധാരണ അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ടാവാറില്ല. ഇവിടെ അഡ്ജക്റ്റീവ് ക്ലോസ് എപ്പോഴും വരുന്നത് വെച്ചാല് നമ്മളെ റിലേറ്റീവ് പ്രൊനൗൺസ് വരുന്ന സെന്റൻസുകളിലാണ് അഡ്ജക്റ്റീവ് ക്ലോസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഡ്ജക്റ്റീവ് ക്ലോസിനെ റിലേറ്റീവ് ക്ലോസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, രണ്ട് ക്ലോസസ് ചേർന്ന സെന്റൻസുകളിലാണ് അഡ്ജക്റ്റീവ് ക്ലോസ് വരിക. ഓക്കെ, അപ്പൊ ഈ അഡ്ജക്റ്റീവ് ക്ലോസ് എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ റിലേറ്റീവ് പ്രൊനൗൺ വെച്ചിട്ടാണ്.
അപ്പം നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ദ ബുക്ക് ദാറ്റ് ഈസ് ഓൺ ദി ടേബിൾ എന്നിടത്ത് ദാറ്റ് എന്നത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് റിലേറ്റീവ് പ്രൊനൗൺസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, അതിന്റെ കീവേഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ. അപ്പം എന്താ ദാറ്റ് എന്നത് അവിടെ അഡ്ജക്റ്റീവ് ക്ലോസിൽ അത് സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റ് ആയിട്ടും ഈസ് എന്നത് വേർബ് ആയിട്ടുമാണ് ഉള്ളത്. ഇപ്പം ദാറ്റ് ഈസ് ഓൺ ദി ടേബിൾ എന്ന അഡ്ജക്റ്റീവ് ക്ലോസ് ആണെന്ന് പറഞ്ഞു, അതിലെ ദാറ്റ് എന്നത് സബ്ജക്റ്റും ഈസ് എന്നത് വേർബ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ ഈ ദാറ്റ് ഇപ്പം ഹൂ, ദാറ്റ്, വിച്ച് ഇതൊക്കെ തുടങ്ങിയിട്ടായിരിക്കും ശരിക്കും അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ടാവുക ഒരു സെന്റൻസിൽ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അഡ്ജക്റ്റീവ് ക്ലോസ് വരുന്നത് നൗണിന് ശേഷമായിരിക്കും അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സെന്റൻസിനെ അല്ലെങ്കിൽ രണ്ട് സെന്റൻസുകളും ജോയിൻ ആക്കാൻ വേണ്ടിയിട്ടാണ്, ജോയിൻ ചെയ്ത് ഒറ്റ സെന്റൻസ് ആക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് റിലേറ്റീവ് പ്രൊനൗൺസ് ഒക്കെ യൂസ് ചെയ്യുന്നത് സെന്റൻസുകളിൽ. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ രണ്ട് സെന്റൻസ് ആക്കി പറയുകയാണെങ്കിൽ ഷീ ബ്രോട്ട് ഹോം എ ഡോഗ് ദാറ്റ് വാസ് എ പ്യുവർ ജർമ്മൻ ഷെഫർഡ്. അവള് കൊണ്ടുവന്നു, ഒരു ഡോഗിനെ കൊണ്ടുവന്നു, അത് ഒരു പ്യുവർ ജർമ്മൻ ഷെഫർഡ് ആയിരുന്നു. അപ്പൊ ഇവിടെ രണ്ട് ഇൻഡിപെൻഡൻസ് ക്ലോസ് ആണുള്ളത്. ഇതിനെ ജോയിൻ ചെയ്യുമ്പോൾ ദ ഡോഗ് ദാറ്റ് ഷീ ബ്രോട്ട് ഹോം വാസ് എ പ്യുവർ ജർമ്മൻ ഷെഫർഡ്. അവൾ വീട്ടിലേക്ക് വാങ്ങിയ ആ ഡോഗ്, കൊണ്ടുവന്ന ആ ഡോഗ് ഒരു പ്യുവർ ജർമ്മൻ ഷെഫർഡ് ആയിരുന്നു. അപ്പൊ ഇവിടെ ദ ഡോഗ് എന്നത് നൗൺ ആണ്. ഈ ഡോഗിനെ വിശേഷിപ്പിക്കാനാണ്, ഡിസ്ക്രൈബ് ചെയ്യാനാണ് അഡ്ജക്റ്റീവ് ക്ലോസ് ഇവിടെ വരുന്നത്. അപ്പൊ ദാറ്റ് ഷീ ബ്രോട്ട് ഹോം ഇതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് ക്ലോസ്. അപ്പൊ ഇവിടെ പിന്നെ ഈ ചിലപ്പം അഡ്ജക്റ്റീവ് ക്ലോസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മള് മൊത്തം സെന്റൻസിലെ ചിലപ്പോ സബ്ജക്റ്റ് ആയിരിക്കും, അഡ്ജക്റ്റീവ് ക്ലോസിലെ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ടും വരും. അപ്പൊ ഇവിടെ ദ ഡോഗ് എന്നത് ശരിക്കും എന്താ, അതൊരു ഒബ്ജക്റ്റ് ആണ്. ബട്ട് നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസിൽ വരുമ്പോൾ ദാറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒബ്ജക്റ്റിനാണ് സൂചിപ്പിക്കുന്നത്. അത് ബട്ട് അഡ്ജക്റ്റീവ് ക്ലോസിൽ അത് സബ്ജക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഇതിലുണ്ടാവുന്ന വെർബ് എന്ന് പറയുമ്പോൾ ഇതിന് പറയുന്ന വെർബിനാണ് ഫൈനൈറ്റ് വെർബ് എന്നാണ് അവർ പറയുന്നത്. ഓക്സിലറീസ് ഫൈനൈറ്റ് വെർബ് ആയിട്ടും വരും. അതുപോലെ പ്രസന്റ് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്ന സെന്റൻസിൽ ആണ് ഈ ഫൈനൈറ്റ് വെർബ് എന്നൊക്കെ പറയാം. അത് സബ്ജക്റ്റ് അനുസരിച്ച് ചേഞ്ച് ആവും. ഓക്കെ, അങ്ങനത്തെ വെർബുകളാണത്. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് ചിലപ്പോൾ സിംഗുലർ പ്ലൂറൽ അനുസരിച്ച്, അതുപോലെ ടെൻസിനനുസരിച്ചൊക്കെ ചേഞ്ച് ആവുന്ന വെർബുകളാണ് ഇത് ഫൈനൈറ്റ് വെർബ്. അപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ ഹി പ്ലേസ്, അവന് കളിക്കുന്നു. അപ്പം ദേ പ്ലേ എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് അനുസരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഫൈനൈറ്റ് വെർബാണ് ഈ പ്ലേസ് എന്നത്. പിന്നെ അത് പ്രസന്റ് ടെൻസിനാണ് കാണിക്കുന്നത്. പിന്നെ V3 V4 നമ്മള് ഇപ്പൊ റിട്ടൺ, അതൊക്കെ റിട്ടൺ എന്നുള്ളത് അല്ലെങ്കിൽ റൈറ്റിംഗ് എന്നതൊക്കെ എന്താണ്, അത് ഒറ്റക്ക് നിൽക്കുമ്പോൾ, അത് ഒരു സെന്റൻസിൽ അത് ഒറ്റക്ക് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഫൈനൈറ്റ് വെർബ് ആവില്ല. അതിന്റെ കൂടെ ഓക്സിലറീസ് വരുമ്പം അത് ഫൈനൈറ്റ് വെർബ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ ദ മാൻ ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ്. ഇവിടെ ഇഞ്ചേർഡ് എന്ന് പറയുമ്പം എന്താണ്, ഇതിവിടെ ഫൈനൈറ്റ് വെർബ് ആയിട്ട് വർക്ക് ചെയ്യണില്ല. പകരം ഇത് ഇവിടെ നേരത്തെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഇവിടെ ഇത് ഇഞ്ചേർഡ് മാൻ എന്ന് പറയുന്നിടത്ത് ഇതേയും ആളെ ഇഞ്ചേർഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ കൂടെ ഈസ്, ആം, ആർ, ഹാസ്, ഹാവ് ഇതൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യല്ലേ, ഇത് ഈ ഓക്സിലറീസ് വരുമ്പോഴാണ് ഈ വെർബ് മുഴുവൻ ഒരു ഫൈനൈറ്റ് വെർബ് ആകുന്നത്. അതിന് എക്സാമ്പിൾ പറയണമെങ്കിൽ ആം റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്താണ്, ഒരു ടെൻസിനെ അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ളത് വരും ഒരു സെന്റൻസിൽ. ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. വെർബ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ആ വെർബ് എന്തായിരിക്കും, അത് അവിടെ ചിലപ്പോൾ നൗണിന് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വെർബായിട്ടായിരിക്കും അവിടെ അത് ഉണ്ടാവുക. അത് ഒരു വെർബിന്റെ ഫംഗ്ഷൻ ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. പിന്നെന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ക്ലോസില്
നമ്മൾ പറഞ്ഞു 2 ക്ലോസ് ഉണ്ട്. അതില് ഒരു ഫസ്റ്റ് ക്ലോസിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്ലോസ്. ഓക്കെ, അത് ഈ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഐഡിയനെ കംപ്ലീറ്റ് ചെയ്യുന്ന ക്ലോസ് ആണ്. ഒരു കംപ്ലീറ്റ് ഐഡിയ ഉണ്ടാവും. ഇറ്റ് കംപ്ലീറ്റ്സ് ആൻ ഐഡിയ. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനുണ്ട്. ദിസ് ഈസ് ദ ഹോം വേർ ഐ ലിവ്ഡ്. ഞാൻ ജീവിച്ച അല്ലെങ്കിൽ ഞാൻ താമസിച്ച വീടാണിത്. അപ്പൊ ഇവിടെ ദിസ് ഈസ് ദ ഹോം, ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ദിസ് ഈസ് ദ ഹോം എന്ന് പറഞ്ഞാൽ ഇത് വീടാണ്. അപ്പൊ അതിലൊരു കംപ്ലീറ്റ് ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നത്. വേർ ഐ ലിവ്ഡ്, ഇത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. വേർ ഐ ലിവ്ഡ് എന്ന് പറഞ്ഞാൽ വേർ എന്താണ് നമുക്കറിയാം, അത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. അപ്പൊ റിലേറ്റീവ് പ്രോനൗൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഇത് വേർ ഐ ലിവ്ഡ്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. ഇതെന്താണ്? ഇതൊരു ഇറ്റ് ഡസ് നോട്ട് ഹാവ് ആൻ കംപ്ലീറ്റ് ഐഡിയ. ഇതൊരു ഐഡിയ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇത് എപ്പോഴും പ്രിൻസിപ്പൽ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഈ ഒരു ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്, പ്രിൻസിപ്പൽ ക്ലോസ് ഇല്ലാതെ ഇതിനൊരു കംപ്ലീറ്റ് ഐഡിയ കിട്ടില്ല. ഓക്കെ, പിന്നെ അതുകൊണ്ട് തന്നെ ഇതിനെ ഈ സബോർഡിനേറ്റ് ക്ലോസിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഈ സബോർഡിനേറ്റ് ക്ലോസ് തന്നെയാണ് എന്ത്? അഡ്ജക്റ്റീവ് ക്ലോസ് തന്നെയാണ് എന്ത്? റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, റിലേറ്റീവ്, ഇങ്ങനെ 3 നെയിം ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കി എടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പ്രോനൗണ് വരുന്ന ആ ഒരു ഭാഗം മുതൽ ഉള്ളതാണ് അഡ്ജക്റ്റീവ് ക്ലോസ് വരിക. ഓക്കെ, ആ അഡ്ജക്റ്റീവ് ക്ലോസ് എപ്പോഴും നൗണിന്റെ ശേഷമായിരിക്കും ഉണ്ടാവുക. അഡ്ജക്റ്റീവ് ക്ലോസ് തന്നെയാണ് റിലേറ്റീവ് ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് മനസ്സിലായില്ല, ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ താങ്ക് യു. ഓക്കെ, ക്ലിയർ ആയോ? കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു മാം. അത്ര മനസ്സിലായില്ല മാം. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയി പോയി. എനിക്കും മനസ്സിലായിട്ടില്ല മാം. മാം, എല്ലാത്തിന്റെ എക്സാമ്പിളും എല്ലാത്തിന്റെ ഒരു വിശദീകരണം ശിബിത പറയുന്നുണ്ട്. ഒന്നും കൂടെ കണ്ടിന്യൂ ചെയ്യൂ, അതിന് ശേഷം ഞാൻ പറയാം. ക്ലാസ് കണ്ടിന്യൂ കേട്ടോ. ഓക്കെ, ഹായ് ഓൾ. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കണേ? അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ്. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് 3 പേര് ഇപ്പൊ ക്ലാസ് എടുത്തത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് എന്നോട് പറഞ്ഞു തരണം കേട്ടോ. എന്താണ് അഡ്ജക്റ്റീവ് എന്നതുകൊണ്ട് മഞ്ജു ക്ലാസ് എടുത്തപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? അഡ്ജക്റ്റീവ് എന്താണ്? എനിവൺ? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സിംഗിൾ വേർഡ് ആണ്. സിംഗിൾ വേർഡ് ആണ്. നൗണിനെ വിശേഷിപ്പിക്കുക. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു പേഴ്സൺ ആവാം, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ആ നൗണിനെ വിശേഷിപ്പിക്കുക, ആളുടെ ആ ഒരു സ്പെഷ്യാലിറ്റി കാണിക്കുക. അതാണ് അഡ്ജക്റ്റീവ്. വിശേഷണം, മലയാള വിശേഷണം, വിശേഷിപ്പിക്കൽ എന്നൊക്കെ പറയും. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഐ ഹേർഡ് എൻ ഓസം സ്റ്റോറി യെസ്റ്റർഡേ. ഐ ഹേർഡ് എൻ ഓസം സ്റ്റോറി യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു ഓസം സ്റ്റോറി കേട്ടു. അപ്പൊ അതിലെന്തായിരിക്കും? അതിലെ അഡ്ജക്റ്റീവ് ഓസം. ഓസം. എന്തുകൊണ്ടാണ്? ആ സ്റ്റോറിനെ വിശേഷിപ്പിച്ചല്ലേ? ഓസം സ്റ്റോറി അല്ലെ? അപ്പൊ ആ എന്താ പറയാ, ആ ഒരു നൗൺ അതിനെ വിശേഷിപ്പിച്ചു. ആ വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താണ്? ഓസം ആണ് ഇവിടെ അഡ്ജക്റ്റീവ്. ഇനി വേറൊരു എക്സാമ്പിൾ, എ ഹോഴ്സ് ഈസ് എ ഫ്രണ്ട്ലി അനിമൽ. എ ഹോഴ്സ് ഈസ് എ ഫ്രണ്ട്ലി അനിമൽ. അപ്പൊ ഇതിൽ എന്തായിരിക്കും? അതിൽ അഡ്ജക്റ്റീവ് ഫ്രണ്ട്ലി. അപ്പൊ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? നമ്മൾ ആ സെന്റൻസിനോട് ചോദിക്കാം, എങ്ങനെയുള്ളത്, ഏത്, എപ്പോ, അങ്ങനെ ചോദിക്കാം. അപ്പൊ നമുക്ക് അതിന് ആൻസർ കിട്ടും. ഇപ്പൊ നോക്കിയാൽ നമ്മൾ ഈ സെന്റൻസിനോട് ചോദിക്കുക, എ ഹോഴ്സ് ഈസ് എ ഫ്രണ്ട്ലി അനിമൽ. എങ്ങനെയുള്ള അനിമൽ ആയിരുന്നു?
എന്ന് ചോദിക്കില്ലേ? അപ്പൊ എന്താണ് ആൻസർ കിട്ടുക? ഫ്രണ്ട്ലി അനിമൽ ആയിരുന്നു അല്ലെ? അപ്പൊ ആ ഹോഴ്സിനെ വിശേഷിപ്പിച്ചു. അപ്പൊ അതാണ് അഡ്ജക്റ്റീവ്. മനസ്സിലായില്ലേ? ഒരു എക്സാമ്പിൾ കൂടി ചോദിക്കാം. ഞാൻ ചോദിക്കുന്ന ആള് പറയണം. ഞാനിപ്പോ കാണുന്ന ഒരാളോടാണ് ചോദിക്കുന്നത്. ഓക്കെ, ജാസ്മിൻ. ജാസ്മിൻ ഉണ്ടോ? ഹലോ. ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കാം, അതിൽ അഡ്ജക്റ്റീവ് ഏതാണെന്ന് പറയണം. ഓക്കെ. I don't think that was a wise decision. Wise. Okay, correct. അപ്പൊ മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അഡ്ജക്റ്റീവ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒരു നൗണിനെ വിശേഷിപ്പിക്കുക, ആളുടെ ഒരു സ്പെഷ്യാലിറ്റിനെ എടുത്ത് കാണിക്കാം, അതാണ് അഡ്ജക്റ്റീവ്. കൂടുതൽ എക്സാമ്പിൾ പറയണോ? വേണ്ട, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലേ അല്ലെ? അടുത്തിലോട്ട് പോട്ടെ, അഡ്ജക്റ്റീവ് ഫ്രേസിലേക്ക് പോട്ടെ. ഓക്കെ, ഇനി അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞു അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ വേർഡ് ആയിരിക്കും. പക്ഷെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഫ്രേസസ്, നമ്മൾ ഹെൽത്ത് ഫ്രേസസ് എഴുതിയില്ലേ? എങ്ങനെ എഴുതിയത്? കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ എഴുതിയത്. അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുമ്പോൾ കുറച്ച് വേർഡ്സ്, 2 or 3 വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട് അതൊരു അഡ്ജക്റ്റീവ് ആയിട്ട്, അതായത് ഒറ്റ വേർഡ് ആയിരിക്കില്ല, 2-3 വേർഡ്സ് ഉണ്ടായിരിക്കും, അതൊരു അഡ്ജക്റ്റീവ്. ആ ഒരു സംഭവത്തിനെ വിശേഷിപ്പിക്കാൻ 2-3 വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരു കാര്യം 2 തരത്തിൽ പറയാം. ഒരു ഡോക്ടറെ പറ്റി പറയാമെന്ന് വിചാരിക്കാം. ആ ഡോക്ടർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആരെങ്കിലും പേര് പറയാം. ഇപ്പൊ നാരായണൻകുട്ടി സാർ. നാരായണൻകുട്ടി ഡോക്ടർ ഒരു റിനൗണ്ട് പീഡിയാട്രിക് സർജൻ ആണ്, അങ്ങനെ പറയാം. അതല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ പറയാം, മദർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നാരായണൻകുട്ടി സാർ റിനൗണ്ട് പീഡിയാട്രിക് സർജൻ ആണെന്നും പറയാം അല്ലെ? 2 പറഞ്ഞാലും ആളെ കുറിച്ച് തന്നെയാണ് പറയണത്. പക്ഷെ എന്താണ്, ആദ്യം നമ്മൾ പറഞ്ഞു ഒരു റിനൗണ്ട് പീഡിയാട്രിക് സർജൻ ആണെന്ന് മാത്രം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. പക്ഷെ രണ്ടാമത് പറയുമ്പോ എന്താണ്, മദർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഇന്ന ആള്, അങ്ങനെ പറഞ്ഞു. അപ്പൊ 2 തരത്തില് ആളെ വിശേഷിപ്പിച്ചു. അപ്പൊ അങ്ങനെ 2 കൂടുതലായിട്ട് വിശേഷിപ്പിക്കുന്നതിനെയാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെ ആയാലും ആളെ തന്നെയാണ് പറയുന്നത്, ഒറ്റ വാക്കിലല്ല, കുറച്ചധികം വലിച്ചു വാരി പറയുന്നു എന്ന് മാത്രം. അപ്പൊ അതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. അത് നേരത്തെ നമ്മുടെ ആത്തിക്ക് പറഞ്ഞ പോലെ ഒരു സംഭവത്തിന് ഇപ്പൊ നമ്മൾ പറയും റെഡ് ആൻഡ് ബ്യൂട്ടിഫുൾ റോസസ്, അങ്ങനെ ഒരേ സംഭവത്തിന് ഒരുമിച്ച് പറയാം, അതല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം. അതെങ്ങനെയാ? എക്സാമ്പിൾ പറഞ്ഞുതരാം. ദ മാൻ സിറ്റിംഗ് അണ്ടർ ദ ട്രീ ഈസ് മൈ അങ്കിൾ. ഇപ്പൊ ഒറ്റയടിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെ? അതെന്റെ അങ്കിൾ ആണെന്ന് പറയാം. പക്ഷെ കൂടുതൽ വിശേഷിപ്പിച്ച് പറഞ്ഞു. എങ്ങനെ? ദ മാൻ സിറ്റിംഗ് അണ്ടർ ദ ട്രീ, ആ മരത്തിന്റെ ചോട്ടിലിരിക്കുന്ന ആളുണ്ടല്ലോ, അതെന്റെ അങ്കിളാണ്. അപ്പൊ എന്താണ്, കുറച്ചും കൂടി വിശദീകരിച്ചു, ആ ആളെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊരു എക്സാമ്പിള്, ഷീ വോർ എ ഡ്രസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. അവൾ ഒരു ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. അതെന്താണ്, ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ എന്താണ്, കൂടുതൽ പറഞ്ഞു, വിശേഷിപ്പിച്ചു. എങ്ങനെ? ഫുൾ ഓഫ് ഫ്ലവേഴ്സ്, നിറച്ച് പൂക്കളുള്ള ഒരു ഡ്രസ്സ് അവൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് എന്ത്, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി വിശേഷിപ്പിച്ച് ഒറ്റ വേർഡിലല്ല, 2 or more വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ അതിനെ, ആ നൗണിനെ വിശേഷിപ്പിക്കാം. അതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നിങ്ങൾ പറയണേ. The cake topped with whipping cream looks delicious. The cake topped with whipping cream looks delicious. അപ്പൊ എന്താണ്, ആ കേക്ക് കണ്ടിട്ട് ഡെലീഷ്യസ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് ഡെലീഷ്യസ് ആണ് ആ കേക്ക് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ എന്താണ്, അതിനെ കൂടുതൽ വിശേഷിപ്പിച്ചു. എന്തായിരുന്നു അതിലെ അഡ്ജക്റ്റീവ് ഫ്രേസ്? വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീം. ആ കേക്കിനൊന്നും കൂടി വിശേഷിപ്പിച്ചതാണ്, വിത്ത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെ? അപ്പൊ അതാണ് അതിലെ ടോപ്ഡ് വിത്ത് വിപ്പിംഗ് ക്രീം ആണ് അതിലെന്ത്, അഡ്ജക്റ്റീവ്
അഡ്ജക്റ്റീവ് Phrase. ഫ്രേസ്. ആ, അടുത്തത് ഞാൻ ചോദിക്കുന്ന ആള് പറയാം. ദിവ്യ, ദിവ്യ ഉണ്ടോ? ദിവ്യ, ആർ യു ദേർ? ഓ സോറി. ഓക്കെ. അടുത്ത ആള് ആതിര ഉണ്ടോ? ആതിര? ഓക്കെടാ ദിവ്യ, കുഴപ്പമില്ല. ആതിര ഉണ്ടോ? ഉണ്ടടാ, പറഞ്ഞോ, ചോദിച്ചോ. ചോദിക്കട്ടെ. The watch gifted by my grandfather is precious. The watch gifted by my grandfather is precious. The watch gifted The by watch, grandson. ഒന്നുകൂടി പറയാം. The watch gifted by my grandfather is precious. എന്റെ ഗ്രാൻഡ് ഫാദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ആ വാച്ച് അത് പ്രഷ്യസ് ആണെന്ന്. Is precious ആണ്. വാച്ച് പ്രഷ്യസ് ആണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ അതിനെ കൂടുതൽ വിശേഷിപ്പിച്ചു. അതെങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? The watch gifted by grandfather. എടാ, അപ്പൊ ദ വാച്ച് പറയില്ല, അത് അവിടുത്തെ നൗൺ അല്ലേ? ഓക്കെ. Gifted. ഗിഫ്റ്റഡ് ബൈ മൈ ഗ്രാൻഡ് ഫാദർ. My ഫാദർ grandfather. എനിക്ക്, അതാണ് ആ വാച്ചിന്റെ സ്പെഷ്യാലിറ്റി. അതാണ് അവിടുത്തെ അഡ്ജക്റ്റീവ് ഫ്രേസ്. ക്ലിയർ Okay. ആയോ? Okay. അപ്പൊ ഒരെണ്ണം കൂടി വേറൊരാളോട് ചോദിക്കാം. സുജിഷ ഉണ്ടോ? സുജിഷ, സുജിഷ ഇല്ലേ? എന്നോട് ചോദിക്കും. ഓക്കെ, കുറെ പേരൊന്നും കാണുന്നില്ല. അഞ്ചു ഉണ്ടോ? ആരും കാണുന്നില്ല. സിൽജ ഉണ്ടോ? സിൽജ? ചോദിച്ചോ. ഓക്കെ സിൽജ. അടുത്ത ഒരു എക്സാമ്പിൾ. The town beside the river is peaceful. The town beside the river is peaceful. അപ്പൊ അതിൽ ഏതായിരിക്കും അഡ്ജക്റ്റീവ് ഫ്രേസ് വരുന്നത്? Side the river. ബിസൈഡ് ദ റിവർ. അപ്പൊ എന്താണ്? ആ ടൗൺ ബിസൈഡ് ദ റിവർ ഈസ് പീസ്ഫുൾ. ആ നദിയുടെ ഓരത്തുള്ള ആ ടൗൺ വളരെ ശാന്തമായിട്ടുള്ള ഒരു ടൗൺ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ടൗണിനെ വിശേഷിപ്പിച്ചതാണല്ലേ എന്ത്? ബിസൈഡ് ദ റിവർ. ആ നദിയുടെ കരയിലുള്ള, നദിയുടെ സൈഡിലുള്ള ആ ടൗൺ എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ അവിടെ ബിസൈഡ് ദ റിവർ ആയിരിക്കും എന്ത് വരാ? അഡ്ജക്റ്റീവ് ഫ്രേസ് വരാം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അഡ്ജക്റ്റീവും ക്ലിയർ ആയിട്ടുണ്ടാവും, അഡ്ജക്റ്റീവ് ഫ്രേസും ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ വേർഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഒറ്റ കാര്യം പറയുള്ളൂ അതിനെ പറ്റിയിട്ട്. വേഗം പണി കഴിച്ച് നമുക്ക് പോവാം. ഫ്രേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കും. കുറെ വേർഡ്സ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചു വാരി പറയും. അതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് വരുന്നതാണ് അഡ്ജക്റ്റീവ് ക്ലോസ്. അതെനിക്കും കൺഫ്യൂഷനാ, കേൾക്കുന്നവർക്കും കൺഫ്യൂഷനാ, പറഞ്ഞവർക്കും കൺഫ്യൂഷൻ, എല്ലാവർക്കും കൺഫ്യൂഷൻ. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ റിലേറ്റീവ് പ്രോനൗൺസിലെ റിലേറ്റീവ് പ്രോനൗൺസ് വരുന്ന സെന്റൻസുകളിലാണ് ഈ അഡ്ജക്റ്റീവ് ക്ലോസ് വരുന്നത്. ഏതൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗൺസ്? നമ്മൾ പഠിച്ചു, നൗണിന്റെ പാഠത്തിൽ പഠിച്ചില്ലേ റിലേറ്റീവ് പ്രോനൗൺ. എന്താണ് റിലേറ്റീവ് പ്രോനൗൺ? ആരെങ്കിലും പറ, റിലേറ്റീവ് പ്രോനൗൺ എന്താണ്? Who, whose, whom. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെ ഒരു വ്യക്തിനെ ഒരു കാര്യത്തിനോട് റിലേറ്റ് ചെയ്യിപ്പിക്കുന്ന വേർഡ്സ്, കീവേഡ്സ് അല്ലെ? അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ വേറൊരു കാര്യത്തിനോട് റിലേറ്റ് ചെയ്യിപ്പിക്കുന്ന കീവേഡ്സ്. അപ്പൊ എങ്ങനെയൊക്കെ പറയാം? ദിസ് ഇസ് ദ ബോയ് ഹു വൺ ദ ഗെയിം. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പയ്യനാണ് ആ ഗെയിം ജയിച്ചത്. അത് ആ ഗെയിം ജയിച്ച പയ്യൻ ഇതാണ്. അങ്ങനെ ഒരു കാര്യത്തിനെ വേറൊരു കാര്യത്തിനോട് റിലേറ്റ് ചെയ്യിപ്പിക്കുന്ന കീവേഡ്സ്. അപ്പൊ നമ്മൾ ഇവിടെ ഏത് കീവേഡ് ആണ് യൂസ് ചെയ്തത്? ദിസ് ഇസ് ദ ബോയ് ഹൂ വൺ ദ ഗെയിം. ആരാണോ ആ ഗെയിം ജയിച്ചത് ആ ബോയ് ആണ് ഇത് എന്ന്. അങ്ങനെ വരുന്ന കീവേഡ്സ് ആണ് നമ്മളെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ വരും? ഹൂ വരും, ഹൂസ് വരും, ഹൂം വരും, വിച്ച് വരും, ദാറ്റ്.
അപ്പൊ നമ്മൾ കുറെ കീവേഡ്സ് അതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ റിലേറ്റീവ് പ്രോനൗൺസ് വരുന്ന സെന്റൻസുകളിലാണ് ഈ പറയുന്ന അഡ്ജക്റ്റീവ് ക്ലോസ് വരുന്നത്. അപ്പോ റിലേറ്റീവ് പ്രോനൗൺ വരുന്നത് കൊണ്ട് തന്നെ ഈ അഡ്ജക്റ്റീവ് ക്ലോസിനെ വേറെന്ത് പേരും കൂടി പറയും? ഹാപ്പി പറഞ്ഞല്ലോ, റിലേറ്റീവ് ക്ലോസ്. റിലേറ്റീവ് ക്ലോസ്. റിലേറ്റീവ് ക്ലോസ് എന്നും കൂടി പറയും. അഡ്ജക്റ്റീവ് ക്ലോസിനെ റിലേറ്റീവ് ക്ലോസ് എന്നും കൂടി പറയും. മനസ്സിലായില്ലേ? അതെന്തുകൊണ്ടാണ്? റിലേറ്റീവ് പ്രോനൗൺ വരുന്നത് കൊണ്ട്. ഇനി എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം, എന്നാലാണ് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് ദ ഹോം വേർ ഐ ലീവ്ഡ്. ദിസ് ഈസ് ദ ഹോം വേർ ഐ ലീവ്ഡ്. ഇതാണ് ആ വീട്. വേർ ഐ ലീവ്ഡ്, ഞാൻ ജീവിച്ചിരുന്ന വീട് ഇതാണ്. അപ്പൊ ഇവിടെ ഏതാണ് നമ്മുടെ റിലേറ്റീവ് പ്രോനൗൺ? ഇവിടെ ഏതാണ് വന്നിട്ടുള്ളത്? വേർ ആണല്ലേ ഇവിടുത്തെ റിലേറ്റീവ് പ്രോനൗൺ. എവിടെയാണോ ഞാൻ ജീവിച്ചിരുന്നത് ആ വീട് ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പോ റിലേറ്റീവ് പ്രോനൗൺ തൊട്ട് ബാക്കി അങ്ങോട്ട് വരുന്ന ആ സെന്റൻസിന്റെ പാർട്ട് ഉണ്ടല്ലോ, റിലേറ്റീവ് പ്രോനൗണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി അങ്ങോട്ട് വരുന്ന ആ സെന്റൻസിന്റെ പാർട്ട്, അതാണ് നമ്മുടെ എന്ത്? അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു സംഭവത്തിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്ത്? ദിസ് ഇസ് ദ ഹോം, ഇതാണ് വീട്. എന്ത്? എങ്ങനത്തെ വീട്? വേർ ഐ ലീവ്ഡ്, ഞാൻ ജീവിച്ചിരുന്ന വീട്. അപ്പൊ ആ വീടിനെ വിശേഷിപ്പിക്കലും കൂടിയാണ് അവിടെ നടന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു റിലേറ്റീവ് പ്രോനൗൺ തൊട്ട് ആ സെന്റൻസിന്റെ ബാക്കി വരുന്ന ആ പോർഷൻ, അതാണ് നമ്മുടെ എന്ത്? അഡ്ജക്റ്റീവ് ക്ലോസ്. അതൊരു വിശേഷണമായതുകൊണ്ട് അത് അഡ്ജക്റ്റീവ് എന്ന് പറയും. അതൊരു ക്ലോസ് ആയതുകൊണ്ട് അതിന് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയും. നമ്മൾ കുറച്ചും കൂടി കൺഫ്യൂഷൻ ആകട്ടെ. അതായത് ഇപ്പൊ നമ്മുടെ ഈ അഡ്ജക്റ്റീവ് ക്ലോസ് വരുന്ന സെന്റൻസുകളിൽ, അല്ലെങ്കിൽ ഈ റിലേറ്റീവ് പ്രോനൗൺ വരുന്ന സെന്റൻസുകളിൽ രണ്ട് പാർട്ട് ഉണ്ടാവും. ഒന്ന് പ്രിൻസിപ്പൽ ക്ലോസ്, അടുത്തത് സബോർഡിനേറ്റ് ക്ലോസ്. ഇപ്പൊ ഈ സെന്റൻസ് തന്നെ എടുക്കാം. ദിസ് ഇസ് ദ ഹോം വേർ ഐ ലീവ്ഡ്. ഇതിന് രണ്ട് പാർട്ട് ഉണ്ട്. പാർട്ടാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ദിസ് ഈസ് ദ ഹോം, ഇതാണ് ആ വീട് എന്ന് പറയുമ്പോ അതിന് ഒരു ഐഡിയ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ഇതാണ് ആ വീട്. ഓക്കെ, ഇതാണ് ആ വീട്. അപ്പൊ ഐഡിയ ക്ലിയർ ആണ്. പക്ഷെ അടുത്ത സെന്റൻസ് നോക്ക്, അടുത്ത പാർട്ട് നോക്ക്. വേർ ഐ ലീവ്ഡ്, ഞാൻ ജീവിച്ചിരുന്ന. ആര് ജീവിച്ചിരുന്ന? എവിടെ ജീവിച്ചിരുന്ന? അപ്പൊ എന്താ? അതിന്റെ ഐഡിയ ക്ലിയർ ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ഐഡിയ ക്ലിയർ ആവാത്ത പാർട്ട് എന്ത്? സബോർഡിനേറ്റ് ക്ലോസും. ഐഡിയ ക്ലിയർ ആയി. എന്ത്? ദിസ് ഇസ് ദ ഹോം, ഇതാണ് ആ വീട്. ഓക്കെ, ഇതാണ് ആ വീട്. അപ്പൊ ഐഡിയ ക്ലിയർ ആയത് പ്രിൻസിപ്പൽ ക്ലോസും. അപ്പോ രണ്ട് തരം ക്ലോസ് വരുന്നു. അതിനെ കണക്ട് ചെയ്യിപ്പിക്കാൻ അതിന്റെ ഇടയ്ക്ക് ഒരു എന്ത് വരുന്നു? ആര് വരുന്നു? റിലേറ്റീവ് പ്രോനൗൺ വരുന്നു. അങ്ങനെയുള്ള സെന്റൻസുകളാണ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ട് തരം ക്ലോസുകൾ വരുന്നു. ഒരു പ്രിൻസിപ്പൽ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും. പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഐഡിയ അല്ലെങ്കിൽ അതിന്റെ ഒരു മീനിങ് നമുക്ക് ക്ലിയർ ആണ്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഐഡിയ ക്ലിയർ ആയിട്ടില്ല, ഒരു ഇൻകംപ്ലീഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ രണ്ട് ക്ലോസുകൾ, ഒരു പ്രിൻസിപ്പൽ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും വരുന്ന, അതിനെ കണക്ട് ചെയ്യിപ്പിക്കാൻ ഒരു റിലേറ്റീവ് പ്രോനൗണും വരുന്നു. അങ്ങനെ വരുന്ന സെന്റൻസുകളെയാണ് എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് ക്ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? കുറെയൊക്കെ ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് എക്സാമ്പിൾ കൂടി നോക്കാം. The cake that she bought was delicious. The cake that she bought was delicious. ആ കേക്ക്, അവൾ വാങ്ങിയ ആ കേക്ക് ഡെലീഷ്യസ് ആയിരുന്നു. അപ്പൊ എന്താണ് ഇവിടെ ഏത് റിലേറ്റീവ് പ്രോനൗൺ ആണ് വന്നിട്ടുള്ളത്? ഏത് റിലേറ്റീവ് പ്രോനൗൺ ആണ് വന്നിട്ടുള്ളത്? The cake that she bought. എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് പ്രോനൗൺ വെച്ച് കണക്ട് ചെയ്തിട്ട്, അപ്പൊ ഇവിടെ ഈ സെന്റൻസില് നമ്മുടെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോ എങ്ങനെയാ പറഞ്ഞത്? ആ റിലേറ്റീവ് പ്രോനൗൺ തുടങ്ങി ബാക്കി വരുന്ന ആ പോർഷൻ. ഷീ ബോട്ട്, ദാറ്റിൽ തുടങ്ങി ബാക്കി വരുന്ന പോർഷൻ ദാറ്റ് ഷീ ബോട്ട് ആണ് ഇവിടെ റിലേറ്റീവ് ക്ലോസ് ആയിട്ട് വരാം. ആ സെന്റൻസ് ഒന്നും കൂടി ഒന്ന് പറയോ? ഓക്കെ. The cake that she bought
was delicious. Was delicious. The cake that she bought was delicious. അപ്പൊ നമുക്ക് പറയാം the cake was delicious എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കംപ്ലീറ്റ് ആണല്ലേ. പക്ഷെ that she bought എന്ന് പറഞ്ഞാൽ എന്താണ്? അവള് വാങ്ങിയത്, അവൾ എന്ത് വാങ്ങിയത്, അവൾ എവിടെ നിന്ന് വാങ്ങിയത്. അപ്പൊ നമുക്കൊരു ഐഡിയ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അതായിരിക്കും നമ്മുടെ ആ ക്ലോസ്. പിന്നെ ഒന്നും കൂടി ക്ലിയർ ആക്കാൻ നമ്മൾ നോക്കുക, എന്ത്, നമ്മുടെ റിലേറ്റീവ് പ്രോനൗണിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. അപ്പോഴാണ് ഇവിടെ ഏതാണ് റിലേറ്റീവ് പ്രോനൗൺ? ദാറ്റ് വെച്ച് തുടങ്ങി that she bought. അപ്പോ ആ പോർഷൻ ആണ് നമ്മുടെ ഈ സെന്റൻസിലെ എന്ത്? അഡ്ജക്റ്റീവ്. ഒരെണ്ണം കൂടി നോക്കാം. The people, എഴുതണവർക്ക് എഴുതാട്ടോ. The people who live next door are good neighbors. The people who live next door are good neighbors. The people are good neighbors. Okay. അവര് നല്ല നൈബേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരു ഐഡിയ ക്ലിയർ ആണ്. പക്ഷെ who live next door, ആ ഒരു പോർഷൻ നോക്കുക. who live next door ഒരു സുഖമില്ല അല്ലെ. ആ പോർഷൻ ആയിരിക്കും നമ്മുടെ എന്ത്? അഡ്ജക്റ്റീവ് ക്ലോസ്. പോരാത്തതിന് അവിടെ ഹൂ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹൂ വെച്ച് നമ്മുടെ റിലേറ്റീവ് പ്രോനൗൺ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഹൂ ലീവ് നെക്സ്റ്റ് ഡോർ ആണ് ഇവിടുത്തെ എന്ത് വരുന്നത്? അഡ്ജക്റ്റീവ് ക്ലോസ് വരുന്നത്. ഒരെണ്ണം കൂടി പറയാം. I hate Tom who always complain. I hate Tom. എനിക്ക് ടോമിനെ ഇഷ്ടമല്ല, ഞാൻ ടോമിനെ ഇഷ്ടപ്പെടുന്നില്ല, വെറുക്കുന്നു. Who always complain, എപ്പോഴും കംപ്ലൈനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ടോമിനെ ഞാൻ വെറുക്കുന്നു. I hate Tom എന്ന് പറയുമ്പോൾ അത് മീനിങ് കറക്റ്റ് ആണ്, മീനിങ് ക്ലിയർ ആണ്. Who always complain, ആര് ഓൾവേസ് കംപ്ലൈൻ. അപ്പൊ അത് ഐഡിയ കംപ്ലീഷൻ വന്നിട്ടില്ല, മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. പോരാത്തതിന് അവിടെ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സെന്റൻസിലെ അഡ്ജക്റ്റീവ് ക്ലോസ് ഏതാണ്? ഹൂ ഓൾവേസ് കംപ്ലൈൻ എന്ന പോർഷൻ ആണ്. ഹൂ ഓൾവേസ് കംപ്ലൈൻ എന്ന് പറയുന്ന പോർഷൻ ആണ്. ഇപ്പൊ ഒരു ഇതൊക്കെ മനസ്സിലായോ? ഇനി ഒരെണ്ണം കൂടി പറയാട്ടോ, എന്നിട്ട് നമുക്ക് നിർത്താം. I know the place where they met. I know the place where they met. അത് ഞാൻ ആരോടെങ്കിലും ചോദിക്കട്ടെ. ആതിര വന്നോ? അല്ലെങ്കിൽ വർഷയുണ്ടോ? കൃഷ്ണപ്രിയ ഉണ്ടോ? ഉണ്ട്. കൃഷ്ണപ്രിയാണോ? അതെ അതെ അതെ. ഞാൻ ചോദിക്കട്ടെ. ഇംഗ്ലീഷ് എഴുതിക്കോട്ടെ വേണമെങ്കിൽ. ഇംഗ്ലീഷ് which is my favorite subject has a lot of good stories. English which is my favorite subject has a lot of good stories. ഇതിലെ ക്ലിയർ അല്ലേ? സെന്റൻസ് ക്ലിയർ അല്ലേ? ഇതിലെ പ്രിൻസിപ്പൽ ക്ലോസ് ഏതാണ്? സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? അഡ്ജക്റ്റീവ് ക്ലോസ് ഏതാണ്? റിലേറ്റീവ് പ്രോനൗൺ ഏതാണ്? ഒന്ന് പറഞ്ഞതാ. അതില് സത്യത്തിൽ എനിക്ക് പ്രിൻസിപ്പൽ ക്ലോസും ഈ പ്രിൻസിപ്പൽ ക്ലോസും എന്താണ് ഒന്നും കൂടി പറഞ്ഞേ. ഞാൻ അപ്പഴേ ചോദിച്ചപ്പോ എനിക്കത് ക്ലിയർ ആയില്ല, സൗണ്ട് എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഏകദേശം മനസ്സിലായി, ഒന്നും കൂടി പറഞ്ഞ വീട്. പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് വായിച്ചു നോക്കുമ്പോൾ അതിന്റെ മീനിങ് നമുക്ക് ക്ലിയർ ആയിട്ട് തോന്നും. മറ്റേതാണെങ്കിൽ സബോർഡിനേറ്റ് ആണെങ്കിൽ നമുക്ക് അത്ര ആ മീനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അത് മറ്റ് പ്രിൻസിപ്പൽ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടും തോന്നും നമുക്ക്. ഓക്കെ, ഇതില് പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിച്ച് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. പിന്നെ സബോർഡിനേറ്റ് ആണെങ്കിൽ
നിൽക്കട്ടെ 1 മിനിറ്റ്. ഇംഗ്ലീഷ് വിച്ച് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്ട് ഹാസ് എ ഗുഡ് സ്റ്റോറി. അല്ല സബോർഡിനേറ്റ് ആണെങ്കിൽ ഹാസ് എ ഗുഡ് സ്റ്റോറി. ക്ലിയർ ആണോ? അങ്ങനെയാണോ അല്ല. വരാ? ഒന്നും കൂടി ഒന്ന് പറയേ. ഇംഗ്ലീഷ് വിച്ച് ഓക്കെ ഓക്കെ. ഇതിൽ റിലേറ്റീവ് പ്രോണൗൺ ഏതാണ് വരുന്നത്? ഒന്ന് വേറെ ഒരാൾ പറയാൻ ഇങ്ങോട്ടെ. ഹാസ് റിലേറ്റീവ് പ്രോനൗണാ? വിച്ച് അല്ല നോട്ട് വിച്ച് വിച്ച് ഇംഗ്ലീഷ് ഏതാണോ എന്റെ ഫേവറേറ്റ് സബ്ജക്ട്, ഏതാണോ, അപ്പൊ ഏതാ വിച്ച് അല്ലേ അവിടെ? നമ്മൾ ആ സാധനത്തിന് രണ്ട് കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ വേർഡ്സിനല്ലേ നമ്മള് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയാം. ഏതാണോ ആരോടാണോ എന്നൊക്കെ പറയുമ്പോ അപ്പൊ ഇവിടെ വരുന്നത് വിച്ച് ആണ്. അപ്പൊ വിച്ച് തൊട്ടുള്ള പാർട്ടാണ് എന്ത്, നമ്മുടെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. വിച്ച് ആണ് ഇവിടുത്തെ റിലേറ്റീവ് പ്രോനൗൺ. വിച്ച് തൊട്ട് വരുന്ന ആ പാർട്ടാണ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രിൻസിപ്പൽ ക്ലോസ് ഏതാണ് വരുന്നത്? ഇംഗ്ലീഷ് ഹാസ് എ ഇംഗ്ലീഷ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്ട്. ഇംഗ്ലീഷ് ഹാസ് എ ലോട്ട് ഓഫ് ഗുഡ് സ്റ്റോറീസ്. അതാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് പ്രിൻസിപ്പൽ ക്ലോസ് വരുന്നത്. അതിനല്ലേ ഒരു കംപ്ലീഷൻ ഉള്ളത്. ഇംഗ്ലീഷില് നല്ല ഗുഡ് സ്റ്റോറീസ് ഉണ്ട്, അതിലല്ലേ കംപ്ലീഷൻ ഉള്ളത് അല്ലെ? വിച്ച് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിച്ച് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്ട്, ഏതാണോ എന്റെ ഫേവറേറ്റ് സബ്ജക്ട്, അതിനെവിടെയാണ് കംപ്ലീഷൻ? ഇല്ലല്ലോ. ഇല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം കംപ്ലീറ്റ് ആയിട്ടുള്ളത്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ഇല്ലാത്ത ഒരു പോർഷൻ, ഒരു സെന്റൻസിന്റെ കംപ്ലീഷൻ ഇല്ലാത്ത പോർഷൻ. അതിൽ തന്നെ സബോർഡിനേറ്റ് ക്ലോസില് നമ്മുടെ റിലേറ്റീവ് പ്രോനൗൺസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോർഷൻ ആണ് നമ്മുടെ എന്ത്, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസില് പ്രിൻസിപ്പൽ ക്ലോസ് ഉണ്ടാവും, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവും, അതിനെ കണക്ട് ചെയ്യിപ്പിക്കാൻ ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടാവും. ആ റിലേറ്റീവ് പ്രോനൗൺ തൊട്ട് ബാക്കി സബോർഡിനേറ്റ് ക്ലോസിന്റെ ആ ബാക്കി പോർഷൻ ആണ് എന്ത്, നമ്മുടെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഇതിൽ കുറെ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുണ്ട്. നന്നായിട്ട് മനസ്സിരുത്തി ഒന്നും കൂടി വായിക്കുക. എക്സാമ്പിൾ വെച്ചിട്ട് മാത്രം പഠിക്കുക. ടെക്സ്റ്റ് നോക്കിയാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. എക്സാമ്പിൾ ഇനിയും മറ്റേത് രണ്ടും നല്ല എളുപ്പമായിട്ട് തോന്നിയില്ലേ, നല്ല സുഖമുണ്ട്. പക്ഷെ ഈ അഡ്ജക്റ്റീവ് ക്ലോസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇനിയും എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കാൻ നമുക്ക് തന്നെ ക്ലിയർ ആവണം. ഒരാൾ പറഞ്ഞ് ഫലിപ്പിക്കുമ്പോ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മൾ എക്സാമ്പിൾ ചെയ്ത് നമുക്ക് മനസ്സിലാവണം. എന്നാലും ഒരുവിധ ഐഡിയ മനസ്സിലായല്ലോ. റിലേറ്റീവ് പ്രോനൗൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗം ആണ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അതിനൊരു മീനിങ് കംപ്ലീഷൻ ഉണ്ടാവില്ല. അത്ര മാത്രം മനസ്സിൽ വിചാരിക്കാം. റിലേറ്റീവ് പ്രോനൗൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, മീനിങ് കംപ്ലീഷൻ ഉണ്ടാവില്ല. അതാണ് എന്ത്, അഡ്ജക്റ്റീവ് ക്ലോസ്. ക്ലിയർ? ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഒരു എക്സാമ്പിളും കൂടി പറയാമോ ഷിബിത? എക്സാമ്പിളും കൂടി. ഓക്കെ, ഞാൻ ഇത് പറഞ്ഞിരുന്നോ? ഐ നോ ദ പ്ലേസ് വേർ ദേ മെറ്റ് പറഞ്ഞിരുന്നോ? ഇല്ല പറഞ്ഞില്ല. ഓക്കെ, പറഞ്ഞു, പക്ഷെ അതിന്റെ അഡ്ജക്റ്റീവ് ക്ലോസ് ഏതാന്ന് പറഞ്ഞില്ല. I know the place where they met. I know the place. എനിക്ക് ആ സ്ഥലം അറിയാം. I know the place. അടുത്ത പോർഷൻ where they met. അവര് കണ്ടുമുട്ടിയ സ്ഥലം, അവര് പരസ്പരം കണ്ടുമുട്ടിയ സ്ഥലം. ആര് കണ്ടുമുട്ടിയത്, ഏത് സ്ഥലം? അപ്പൊ അതിന് കംപ്ലീഷൻ ഇല്ല. ഐ നോ ദ പ്ലേസ്, എനിക്ക് ആ സ്ഥലം അറിയാം. ഓക്കെ, അത് നമുക്കൊരു മീനിങ് കറക്റ്റ് ആയിട്ട് തോന്നുന്നു. വേർ ദേ മെറ്റ്, അപ്പൊ ഇവിടെ ഏതാണ് അഡ്ജക്റ്റീവ് ക്ലോസ് വരുന്നത്? ഏതാണ് റിലേറ്റീവ് പ്രോനൗൺ ഇവിടത്തെ? അപ്പോ വേർ വെച്ച് തുടങ്ങുന്ന ആ പോർഷൻ ആണ് നമ്മുടെ അഡ്ജക്റ്റീവ് ക്ലോസ്. ഏതാണ്? വേർ ദേ മെറ്റ് ആണ് ഇവിടുത്തെ ക്ലോസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ക്ലിയർ ആയി. ഓക്കെ,
അപ്പോ ഇത്രയാണ് അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് വിശേഷിപ്പിക്കുന്ന ഒരു വേർഡ്, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാല് കുറച്ചധികം വേർഡ്സ് ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നു. ഇതെന്ന് പറയുമ്പോ എന്താണ്? റിലേറ്റീവ് പ്രോനൗൺ ഉള്ള ഒരു സെന്റൻസിലത്തെ ആ റിലേറ്റീവ് പ്രോനൗൺ തൊട്ട് വരുന്ന ആ സെന്റൻസിന്റെ കംപ്ലീഷൻ ഇല്ലാത്ത, മീനിങ് കംപ്ലീറ്റ് ആവാത്ത ഒരു പോർഷൻ ഉണ്ട്. അതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. മൂന്നും ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഈ അഡ്ജക്റ്റീവ് ക്ലോസ് ഇനിയും മനസ്സിലാവണമെങ്കിൽ ഇനിയും എക്സാമ്പിൾസ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിച്ചിട്ട് പഠിക്കുക എല്ലാവരും. കാരണം ഞാനൊരു 6-7 എക്സാമ്പിൾ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ടാ. ഇനി നമ്മുടെ ടെക്സ്റ്റില് ഗ്രൂപ്പിലൊന്നിടോ, ഗ്രൂപ്പിലെ നോട്ട്സ് ഒന്ന് ഇട്ടു തരും. ഗ്രൂപ്പിലെ നോട്ട് ഇടാം. ഇനി നമ്മുടെ ടെക്സ്റ്റില് ഒരു എക്സസൈസിന്റെ ഒരു പോർഷൻ ഉണ്ട്. അത് എക്സാമിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമോ എന്നറിയില്ല. ഓക്കെ മിസ്, ഓക്കെ മിസ്. അതല്ല മിസ്, ഞാൻ ഇത് സെർച്ച് ചെയ്തപ്പോ അതിലും ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്തതായിട്ട് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് അതിന്റെ ഭാഗമായിരിക്കും. അത് ടെക്സ്റ്റിനെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കൺഫ്യൂസിംഗ് അല്ല, നോക്കണ്ട. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ. താങ്ക് യു. വെരി ഗുഡ്. ക്ലിയർ ആണ് പോർഷൻ? മനസ്സിലായോ? ക്ലിയർ ആയി. ഇതിനകത്തെ ആ ക്ലോസ്, പ്രിൻസിപ്പൽ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അതൊക്കെ വരുമോ? ഇതില് പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല കേട്ടോ. അത് മെയിൻ ക്ലോസ് ആണ്. പ്രിൻസിപ്പൽ ക്ലോസ് എന്നും അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്നും പറയാം. മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ആണ്. ഓക്കെ, ഇത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ചാപ്റ്റർ തീർത്തു. കൊള്ളാം, സൂപ്പർ ആണ് കേട്ടോ. അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, എത്ര പെട്ടെന്നൊക്കെ ചാപ്റ്റർ തീർക്കാൻ പാടില്ല കുട്ടികളെ. ഇതാണ് ഇതിങ്ങനെ സ്പീഡിലൊക്കെ പോകുന്നത്. എങ്ങോട്ടേക്ക് ഓടുന്നേ? എവിടെയെങ്കിലും പോണോ? തിരക്കുണ്ടാവുമെങ്കിലും ഇല്ല. ആരായി പറയുന്നേ? എന്തോ സ്പീഡിൽ പോണ മാം തന്നെ ഇത് പറഞ്ഞല്ലോ. അതെ, ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഞാൻ സ്പീഡിൽ പോകുമ്പോ എന്താ എന്നെ പറയാ, ഇത് ഒരു ഒറ്റ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അത് 4 പേരെടുത്തിട്ട് എന്തോ 4 പേരെടുത്തിട്ട് ഒറ്റ നേരം കൊണ്ടാണ് ഇത് തീർത്തു അല്ലെ? ഒറ്റ 1 മണിക്കൂർ കൊണ്ട്. സ്പീഡൊന്നും എനിക്കില്ല, പാവം ഞാൻ. ഈ മാമിന് ആരും കുറ്റം പറയണ്ട, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നെ വെട്ടിച്ചു പറയണം. അപ്പോ ഇനി പറയാനുള്ള കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? വേ ഓഫ് ടീച്ചിങ് എങ്ങനെയുണ്ടായിരുന്നു? ഡിഫറെന്റ് ആണ്. 4 പേരും 4 രീതിയിലാണ് എടുത്തത്. അതായത് ഇപ്പോ ക്ലാസ് എടുത്തവർക്ക് അറിയാൻ പറ്റും, ഇവര് പ്ലാൻ ചെയ്ത് പോലെയായിരിക്കും ഇപ്പൊ ക്ലാസ് എടുത്തത്. ആണോ? പറയൂ. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല മാം. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് പറഞ്ഞു കൊടുത്തതാണ്, ആരും ഇല്ലാത്തോണ്ടിട്ട്. ഞാനായിരുന്നു ഇൻട്രൊഡക്ഷൻ എടുക്കേണ്ടിയിരുന്നത്. 2 minutes ലേറ്റ് ആയി പോയി. അപ്പത്തേനും 5 തുടങ്ങി. പിന്നെ കുഴപ്പമില്ല. നമ്മള് ടീച്ചിങ് എന്ന് പറയുമ്പോ ഏറ്റവും ഈസി അല്ല. അത് ഏകദേശം കുറച്ചുകൂടെ മനസ്സിലാക്കണ്ട. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഏതൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും അതിനെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ക്ലാസ് എടുക്കാനായിട്ടാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, ആക്സെപ്റ്റ് യു. കൊള്ളാം, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. സോ കൊള്ളാം. ഓക്കെ, മാം വഴക്കിട്ട് പോയിക്കളയൊന്ന് പേടിച്ചിട്ട് ഞാൻ വേഗം ചാടി എടുത്തതാണ്. എന്റെ ടോപ്പിക് വേറെയായിരുന്നു, നാളത്തെ ടോപ്പിക്കാണ്. അതെടുത്തത് എന്തോ? 5 അല്ലേ അതെടുത്തത്? അതെ അതെ. എന്റെ ടോപ്പിക്ക് കൈയിട്ട് വാരി. കുഴപ്പമില്ല, ഞാൻ ഈ തവണത്തേക്ക് ക്ഷമിച്ചു. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഞാൻ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ബഡ്ജറ്റ് എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. സോ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ഡൗട്ട് ഉണ്ടാവും? ഒന്നും ഡൗട്ട് ഇല്ലല്ലോ?
ഞാൻ വീണ്ടും 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 ചോദിക്കുകയാണ്. No doubt. Very clear. ക്ലിയർ ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യാലോ. ഓക്കെ മാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ആഡ്വേർബ് ആണ്. 1 മണിക്കൂർ കൊണ്ട് ക്ലാസ് തീർക്കല്ലേ കേട്ടോ. ഓക്കെ, സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഇപ്പൊ എവിടെയാ ഓക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ സമ്മതിച്ചു. പക്ഷെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പ്ലാൻ വേണം. സ്റ്റഡി പ്ലാൻ ആ ഒരു രീതിയിൽ മാത്രം ക്ലാസ് എടുക്കാൻ നോക്കാം കേട്ടോ. നമ്മള് ആരും ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ഞാനിത് പെർഫെക്റ്റ് ഒന്നും അല്ല. എന്നാലും ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടേതായ ഒരു പ്ലാൻ വേണം. നമ്മുടെ ക്ലാസ് എടുക്കണം, ഐഡിയാസ് വേണം. ഓക്കെ, അത് അങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കാം. പിന്നെ ഇംപ്രൂവ് ചെയ്യേണ്ടതാണ് എല്ലാവരും അല്ലെ. എല്ലാവരും റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. നിങ്ങൾ എടുത്ത പോർഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ സ്വയം വാല്യുവേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യും. ഓക്കെ, എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്ന എല്ലാവരും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടൊന്നും വന്നില്ലല്ലോ, അതെന്തായാലും. പിന്നെ എന്തായാലും ഞാൻ സമ്മറൈസ് ചെയ്ത് ഞാൻ പറയുന്നതായിരിക്കും. അഡ്ജക്റ്റീവ് ഞാൻ പറയും, ഇല്ലാതില്ല പറയും. പിന്നെ അത്രേ ഉള്ളൂ. ഇനി നാളെ കാണാം. നാളെ ഞാൻ അഡ്ജക്റ്റീവ് ഒന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഞാൻ പറയാം കേട്ടോ. കാരണം എന്റെ പോർഷനും കൂടെ പറയണ്ടേ അല്ലെ. നാളെ മാം അഡ്വേർബ് എടുക്കണം. നെക്സ്റ്റ് നാളെ അഡ്വേർബ് ആണ്. രണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അത് സമ്മറൈസ് ചെയ്ത് പറയാം. മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടില്ല, എല്ലാം കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ. അഡ്ജക്റ്റീവും അഡ്വേർബും എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ മതിയല്ലോ. മതി മാം. അഫീസേ, ഞാനത് ചോദിക്കാൻ തുടക്കമായിരുന്നു. ഇപ്പൊ എടുത്ത പോർഷൻസ് മനസ്സിലായി എങ്കിൽ കൂടിയും മിസ്സിന്റെ ഭാഗത്തുനിന്നുകൂടി എന്തെങ്കിലും ഇനി ഞങ്ങൾ ചെയ്തതിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് മിസ് ഒന്നുകൂടി പറഞ്ഞു തരണേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും. അപ്പോ നാളെ നെക്സ്റ്റ് ക്ലാസ്സില് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരാം. കറക്റ്റ് ടൈമിന് ജോയിൻ ചെയ്യാം. 10:30 എല്ലാവരും ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലാസ്സിൽ ലേറ്റ് ആവാൻ പാടില്ല. പ്രയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം അറിയാലോ. ഓക്കെ, that's all. So stand by my decision. Okay, thank you all. Thank you. Thank you, ma'am. Thank you, ma'am. Thank you. Okay, thank you. Bye. See you on the next class. Thank you, ma'am. Thank you, ma'am.